വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. നമ്മൾ MySQL കുറച്ച് ബേസിക്സ് ക്വറീസും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അതായത് ടേബിൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ടേബിൾ ഡിലീറ്റ് ചെയ്യാം, കോളംസ് ആഡ് ചെയ്യുന്നത്, റീനെയിം ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അതേപോലെ ബേസിക് ആയിട്ടുള്ള ഇൻസേർട്ട് ക്വറിയും ചെക്ക് ചെയ്തു. അതായത് എങ്ങനെ ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം, അതിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയിരുന്നു. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ക്വറി ഏതൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇൻസേർട്ട് ക്വറീസിലുള്ളത്, അതിന്റെ ഡീറ്റെയിൽഡ് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ടൂള് ടേബിൾ പ്ലസ് ആണ്. നിങ്ങൾക്ക് ടേബിൾ പ്ലസോ PHP MyAdmin അല്ലെങ്കിൽ ഏത് ടൂൾസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം ഞാനിവിടെ ടേബിൾ പ്ലസിൽ വന്നിട്ട് എനിക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോ ഡാറ്റാബേസ് സെലക്ടർ പ്ലസ് കമാൻഡ് കെ ടു സെലക്ട് ഡാറ്റാബേസ് എന്നാണ് പറയുന്നത്. അപ്പൊ കമാൻഡ് കെ പ്രസ് ചെയ്തു. അപ്പൊ ഡാറ്റാബേസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ന്യൂ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ഡാറ്റാബേസിൽ learn_SQL എന്ന് കൊടുത്തു. അപ്പൊ ആ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഡാറ്റാബേസ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പൊ ഇവിടെ ടേബിൾസ് ഒന്നുമില്ല. SQL വന്നിട്ട് ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറീസ്. ആ ക്വറീസ് ഉപയോഗിച്ച് നമുക്കിവിടെ ടേബിൾസ് ഉണ്ടാക്കണം. ആ ക്വറീസ് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നുമില്ല എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റ്, കസ്റ്റമേഴ്സ്, ഓർഡേഴ്സ്, സ്റ്റുഡൻസ്, യൂസേഴ്സ്, ടോപ്പ് സ്കോർസ്, ലോഗ്സ്, എംപ്ലോയി ആർക്കൈവ്, അങ്ങനെ കുറച്ച് ടേബിൾസ്, ഡമ്മി ടേബിൾസ് ആണ്. ആ ടേബിൾസും അതിന്റെ ഫീൽഡുകളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കുക, അതിന്റെ ക്വറീസ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുൻപത്തെ ആ ഒരു വീഡിയോ കൂടെ എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിൽ ക്രിയേറ്റ് ടേബിളും അതിന്റെ ഫീൽഡ് കൊടുക്കുന്നത്, ഫീൽഡിന്റെ ടൈപ്പ്, അതിന്റെ ലെങ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ക്വറി ഇൻസേർട്ട് ചെയ്തതിനു ശേഷം അത് സെലക്ട് ചെയ്ത് ഞാൻ റൺ കറന്റ് എന്ന് കൊടുത്തു. അപ്പൊ ആ ടേബിൾസ് ഒക്കെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. എറേഴ്സ് ഒന്നുമില്ല. എന്റെ ടേബിൾസ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കമാൻഡ് R അല്ലെങ്കിൽ Ctrl+R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിൾസ് ഒക്കെ ഇൻസേർട്ട് ആയിരുന്നു. റീഫ്രഷ് ആവും. നമ്മുടെ ടേബിൾസ് റീഫ്രഷ് ആയിട്ടുണ്ട്. ഒന്നിലും ഡാറ്റ ഒന്നും ഉണ്ടാവില്ല, എംപ്റ്റി ആണ്. എനിക്ക് എല്ലാ ടേബിൾസും സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ക്വറീസ് ചെയ്തു തുടങ്ങാം. ബേസിക് ആയിട്ട് ഒരു ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് ക്വറി എന്ന് പറയുന്നത് ഇൻസേർട്ട് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. ഇൻസേർട്ട് ഇൻറ്റു ഏത് ടേബിളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് ആ ടേബിൾ നെയിം കൊടുക്കുക. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം, എന്നിട്ട് ബ്രാക്കറ്റിൽ കോളത്തിന്റെ നെയിംസ് കൊടുക്കുക, കോമ സെപ്പറേറ്റഡ് ആയിട്ട്. ഇപ്പോ ഫസ്റ്റ് നെയിം, കോമ ലാസ്റ്റ് നെയിം, കോമ ഏജ്, അങ്ങനെ ഏതൊക്കെ കോളംസ് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യണോ ആ കോളത്തിന്റെ നെയിംസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് അല്ലെങ്കിൽ അടുത്ത ലൈനിൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഏത് കോളംസ് കൊടുത്ത അതേ ഓർഡറിൽ അതിന്റെ വാല്യൂസ് കൊടുക്കുക. സെയിം ഓർഡർ ആയിരിക്കണം. ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളം കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള വാല്യൂ ആയിരിക്കണം ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കണം, ആ ലെങ്ത്തും സെയിം ആയിരിക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 കോളം ആണെങ്കിൽ 2 വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. രണ്ടിന്റെ ലെങ്ത് സെയിം അല്ലെങ്കിൽ എറർ കിട്ടും. അപ്പൊ ഇതാണ് ഒരു സിന്റാക്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് സെമിക്കോളൻ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള ആ ഒരു കമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് എംപ്ലോയി ടേബിളിൽ നമുക്ക് കുറച്ച് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് ഇൻറ്റു എംപ്ലോയീസ്. റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ലൈനിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒരേ ലൈൻ ഇങ്ങനെ കീപ്പ് ചെയ്യാതെ ആ ഒരു സെക്ഷൻസ് ഇൻസേർട്ട് ഇൻറ്റു 1 ലൈനിൽ വെച്ചു. അടുത്തത് എംപ്ലോയീസ്, എന്നിട്ട് ബ്രാക്കറ്റിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജോബ് ടൈറ്റിൽ, ഡിപ്പാർട്ട്മെന്റ്, സാലറി, എല്ലാം കോമ സെപ്പറേറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്. വാല്യൂസ്, അടുത്ത ലൈനിൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നെയിമിന് ജോൺ, അത് സ്ട്രിംഗ് ആണ്, അതുകൊണ്ട് തന്നെ കോഡ്സിൽ കൊടുത്തു. ലാസ്റ്റ് നെയിം ഡു, അതും കോഡ്സിൽ കൊടുത്തു. ജോബ് ടൈറ്റിൽ ഡെവലപ്പർ ആണ്, അതും കോഡ്സിൽ. ഡിപ്പാർട്ട്മെന്റ്, അതും സ്ട്രിംഗ് ആണ്, കോഡ്സിൽ കൊടുത്തു. സാലറി ഡെസിമൽ ആണ്, അപ്പൊ അവിടെ നമുക്ക് കോഡ്സിൽ അല്ലാതെ 75,000 എന്ന് കൊടുത്തിട്ടുണ്ട്. .00, അതായത് ഡെസിമൽ പോയിന്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. റൺ കറന്റ് കൊടുത്തു. 1 റോ അഫക്റ്റഡ്, ക്വറി ഓക്കെ. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അപ്പൊ എറേഴ്സ് ഒന്നുമില്ല, 1 റോ അഫക്റ്റഡ് ആണ്. ഇനി നമുക്ക് ആ എംപ്ലോയീസ് ടേബിളിൽ പോയി നോക്കാം. എംപ്ലോയീസ് ടേബിളിൽ വന്നപ്പോൾ ആ ഒരു ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ടേബിൾ പ്ലസിൽ അതിന്റെ സ്ട്രക്ചർ ഒന്നുകൂടെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സാലറി എന്താണ്, ഡെസിമൽ ആണ്, അതിന്റെ ലെങ്ത് ഒക്കെ അതും കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് ഡാറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ അവിടെ ഇൻസെർട്ടഡ് ആയിട്ട് കാണാം. ഡെവലപ്പറിന്റെ സാലറി നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം, കൊളത്തിന്റെ വിഡ്ത്ത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ജോൺ ഡോ ഡെവലപ്പർ IT 75,000. അപ്പോൾ ഇങ്ങനെ അത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയി ID നമ്മൾ കൊടുത്തിട്ടില്ല. എംപ്ലോയി ID എന്താണ്, അതൊരു പ്രൈമറി കീ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 1 എന്നുള്ള ഒരു പ്രൈമറി കീ അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് 2 എന്നായിരിക്കും അടുത്തത്. ഓട്ടോ ഇൻക്രിമെന്റ് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന കീയിൽ ഇൻക്രിമെന്റ് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന 100 ആണെങ്കിൽ 101 ആവും. അങ്ങനെയാണ് പ്രൈമറി കീ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി കീക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എംപ്ലോയി ID എന്ന ടേബിൾ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് പ്രൈമറി കീ ആണ്, പ്രൈമറി കീ ആയിട്ടും കൊടുത്തിട്ടുണ്ട്.